സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തെക്കോ ഐലൻഡ് നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ ഫസ്റ്റ് ഗെയിം ഇപ്പം സ്റ്റീമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്ന് ഉച്ചയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ലൈവ് ഇടാൻ കുറച്ച് ഇഷ്യൂസ്, അതായത് എൻ്റെ ഹെഡ്സെറ്റിന് കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് ലൈവ് ഇപ്പം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലൈവ് കൊടുക്കാത്തത്. ഇത് ഇറങ്ങിയ സമയത്തിന് ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം ഗെയിം പ്ലേ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് തുടങ്ങി. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും. സോ ഞാനിത് കിട്ടിയ ഉടനെ കുറച്ചൊന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. അപ്പം ഫസ്റ്റിലത്തെ കട്ട് സീനൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം അത്രയും ഒരു സിനിമാറ്റിക് രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത്രയും വച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും എഫേർട്ട് ഇട്ടുകയാണ്. കാരണം ഞാനൊരു ഗെയിം ഡെവലപ്പറാണ്, ഞാനൊരു യൂണിറ്റി ഡെവലപ്പറാണ്. അപ്പം എനിക്കറിയാം ഒരു ഗെയിം ഉണ്ടാക്കാനുള്ള പാടെങ്ങനെയാണെന്ന്. കാരണം കുറേ എറർ വരും, കുറേ ബഗ്ഗുകൾ വരും, കുത്തിയിരുന്ന് അതെല്ലാം ക്ലിയർ ചെയ്യണം. പക്ഷേ ഇവർ ഇത്രയും ഇത്രയും ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവർ എന്തായാലും നല്ലൊരു ഗെയിമാണ്, അടിപൊളിയാണ്. എനിക്ക് ഫസ്റ്റ് കട്ട് സീൻ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാനത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഗെയിമിലോട്ട് പോകാം. ഗെയിം കഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണാതെ പോയ ഒരു 90s 80s സമയത്ത് നടക്കുന്ന ഒരു കഥയാണ്. തന്നെ കാണാതെ പോയ തൻ്റെ വൈഫിനെ തേടി ഒരു ഐലൻഡിലേക്ക് പോകുന്ന ഹസ്ബൻഡ്, ആളുടെ അവിടെ വെച്ച് ഫേസ് ചെയ്യേണ്ടി വന്ന ഹൊറർ സീക്വൻസുകളും കാര്യങ്ങളൊക്കെയാണ് ഗെയിമിൽ പറയണത്. സോ നമുക്കിനി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട, നമുക്കെന്നാ ഗെയിമിലേക്ക് തന്നെ പോവാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിൻ്റെ വിധി മാറി. അപ്രതീക്ഷിത മർമ്മങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ലുപതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തൻ്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷേ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തൻ്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിൻ്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിൻ്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും വിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. ഓ, തെക്കോ ഐലൻഡ് ഇൻട്രോ പൊളിച്ച്. 1984 കേരള. സ്വർണത്തിന്റെ ഒക്കെ വില. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. അതാ നമ്മളെ ഹീറോ കിടന്നുറങ്ങുന്നു. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി ഇന്ദിരയാണ് നമ്മൾ തിരക്കി പോകാൻ പോണത്. ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ്. അപ്പൊ ഇന്ദിര, അതായത് TV റിപ്പോർട്ടറിനെയാണ് നമ്മൾ തിരക്കി പോകാൻ പോണം. നമ്മളെ ഗെയിം പ്ലേ തുടങ്ങി. നമുക്ക് പക്ക കേരള വൈബ് തന്നെ പക്ക അവരാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ. പഴയ റേഡിയോ അത് കൊള്ളാമല്ല, പാട്ട് കൊള്ളാം.
ഇതെന്തോ ആ പഴയ ബാത്റൂം, ആ ഇന്ത്യൻ ക്ലോസറ്റും എല്ലാം ഉണ്ടല്ലോ. ആ കിച്ചൺ. ഇതെന്തോന്നാ? ഓ ഇതാണ് നമ്മളെ വർക്ക് സ്പേസ്. ആ ബുക്കൊക്കെ ചിതറിക്കിടക്കണം. അതെന്ത് ശബ്ദം? ബുക്ക് വർക്ക് തന്നെയാണ്. ഓക്കെ, ബുക്കൊക്കെ പറക്കിയിട്ട് നമ്മൾ അങ്ങനെ എന്തോ ശബ്ദം കേട്ടല്ലോ, നമുക്ക് പോയി നോക്കാം. ആ കൃഷ്ണനെ കൊണ്ടല്ലേ. കൃഷ്ണ എൻ്റെ കുഞ്ഞു ഗുരുവായൂരപ്പ കാത്തോണേ. ഇവിടെ നിന്ന് അവിടെ നല്ല ശബ്ദം വന്നു നേരത്തെ. തുറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഭാഗത്ത് വേറെ എന്തോ ഉണ്ട്. എന്തോ ലൈസൻസ് ആണല്ലോ. അവളെവിടെയാണ്? മിസ്സിങ് ആണ്, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇതാണ് കക്ഷി. ഓ ഫാനിൻ്റെ സ്വിച്ച്. ഓക്കെ, ഓക്കെ. അപ്പം ഇതാണ് ഫോട്ടോ. കണ്ടുപിടിക്കാൻ ഇതൊന്നും തുറക്കാൻ പറ്റൂലല്ലേ? തുറക്കാൻ പറ്റില്ല. വെറുതെ അല്ല, ഈ ഒരു ബുക്ക് കൂടി എടുത്തിടാനുണ്ട്. അതാണ് ഇത്രയും. ആ അപ്പോൾ കംപ്ലീറ്റ് ആയി. വെറുതെ അല്ല. ആ ധാരാമുട്ടി. അയ്യോ എന്താ പ്രശ്നമുണ്ട്? എന്താ ലെറ്റർ നടക്കുന്നു? നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ലൊക്കേഷൻ. അപ്പോൾ ഇതറിയാവുന്ന ആരോണ് ഇട്ടത്. വാ നോക്കാം. ഇപ്പം വേറെ എന്ത് എടുക്കണമല്ലോ? താക്കോലെല്ലാം തന്നെ. താക്കോല് തന്നെ എടുക്കാനുള്ള. എന്നാൽ പിന്നെ വാ നമുക്ക് പോവാം. ഓ ആ അടിപൊളി സീന്. ഓ അക്ക 1980s കേരളം തന്നെയാണ്. ഓ തെക്കേടത്ത്. ഓ അപ്പോൾ ഇതാണ് നമ്മളെ ഹീറോ, തെക്കേടത്ത് രാമനുണ്ണി ഇരികട്ട്. അപ്പോൾ നമ്മളെ തെക്കേടത്ത് രാമനുണ്ണി വൈഫിനെ അന്വേഷിച്ച് ഇറങ്ങിയ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ഓ KLR 5775. ഓ ഇനി അങ്ങോട്ട് വെള്ളമാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ ഐലൻഡ്, തെക്കു ഐലൻഡ്. ഓ, മ്യൂസിക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അത് ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഐലൻഡ് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മളെ തെക്കു ഐലൻഡ്. ഇതാണ് നമ്മളെ മന, ഒരു ഭ്രമയുഗം ഫീല്. ഓക്കെ, കുഞ്ചമ്പറ്റി ഉണ്ടാവും എന്തോ അവിടെ. അതായത് നമുക്ക് ബാക്കി പോയി നോക്കാം. താഴെ എന്തോ കിടപ്പുണ്ടല്ലോ, ID കാർഡ്. യെസ്, ഓ നമ്മളെ റിപ്പോർട്ടറിൻ്റെ ID കാർഡ്, വൈഫിൻ്റെ ID കാർഡാണ്. ഓക്കെ, കൊള്ളാമല്ലേ ഗൈസ് ഇത്. കുഞ്ചമ്പറ്റിയിൽ അതൊക്കെ ഉണ്ടല്ലോ. തുറക്കൂ ഫിഷേ, തുറക്കണില്ലേ? അപ്പം വേറെ ഏതെങ്കിലും വഴിയാണ്, നമുക്കൊന്ന് തപ്പി നോക്കാം. എന്താ വൈബല്ലേ സൈഡിൽ കൂടെ നടക്കാൻ. ബ്യൂട്ടിഫുൾ പ്ലേസസ്. മിക്കവാറും ഇതായിരിക്കും, ഏണിയിരിക്കണം. അപ്പോൾ മോള് വഴി പൊളിച്ച് കയറാനുള്ള പരിപാടിയാണ്. ഓക്കെ, അതെങ്ങനെ എടുത്തു? ഓക്കെ ഓക്കെ, കൊള്ളാമല്ലേ. ഓക്കെ, അപ്പം എങ്ങനെയാ മണ്ടയിലോട്ട് കയറണം? സിമ്പിൾ, ഇതുവഴി തന്നെ അപ്പം കയറാനുള്ള. കയറണ്ടേ? ഓ, താഴെ വീണ് 5 മണിക്കൂറിന് ശേഷം. ഓക്കെ, നമ്മൾ അതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഇപ്പം. വല്ലാത്തൊരു ഇടിയാണെന്ന് തോന്നുന്നു, അതാണ് ഇത്രയും താമസിച്ചത് എണീക്കാൻ. നമ്മൾ അതിനകത്തപ്പെട്ട്. ഇനി ബാക്കി ഇവിടെ നോക്കാം. ആരും പേടിക്കില്ല കേട്ടോ, പേടിക്കാൻ ഞാനുണ്ട്. നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് മുമ്പേ നമ്മളിവിടെ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. മൊത്തം ഇരുട്ടാണല്ലോ, ഡോറും തുറക്കണില്ല, മൊത്തം ഇരുട്ടുമാണ്. ഇതിപ്പം എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ. ഇല്ലോ, ഉള്ള ലൈറ്റും കൂടി അണയ്ക്കാനാണ്. ചെറിയ വഴിയായിരിക്കും നമുക്ക് പോവേണ്ടത്. കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. വാ, പോയി നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ. തിരിച്ചിങ്ങോട്ട് തന്നെ. അപ്പോൾ ഇതുവഴിയാണ്. സോറി ഗൈസ്, വഴി മാറിപ്പോയി ചെറുതായിട്ട്. എന്ത് ചെയ്യാൻ, എന്നെ കൊണ്ട് വയ്യോ. പോണ് പ്രേതം. ഗൈസ്, ഞാനിത്
ഇത് കളിക്കുന്നത് രാത്രിയാണ്. അതിൻ്റെതായ ചില പേടി സ്വപ്നങ്ങളൊക്കെ കാണും. പക്ഷെ നിങ്ങൾ കാര്യമാക്കണ്ട അത്. ഓ ലൈറ്റ് കിട്ടി, എന്തൊരാശ്വാസം. ഇത് ഇവിടെ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വഴിയാണ്, ഇത് പൂട്ടിയിട്ടേ. ഓക്കെ, ഇങ്ങോട്ടാണ് പോകാനുള്ള. ബെസ്റ്റ് അത് പൂട്ടിയിട്ടേക്കാം. താക്കോല് ഇരിക്കുന്നു. മറ്റാണ് കൊച്ചി ഗള്ളൻ. ഇതെന്താ പന്തോ? ഇതെന്തിനാ ഇപ്പം? തൽക്കാലം അവിടെ ഇരി മനെ. പമ്പൊക്കെ അവിടെ ഇരിക്കട്ടെ, നോക്കാം. അപ്പം ഇങ്ങോട്ടായി ഇനി അടുത്ത വഴി. ഓക്കെ ഓക്കെ ഓക്കെ. തുറന്ന് ഞാനൊരു സംഭവം തന്നെ. അടിപൊളി. കേരളത്തിൻ്റെ ഒരു സന്ധ്യാസമയത്തുള്ള ഒരു വിഷ്വല്. കാക്കയൊക്കെ പറന്നു പോണ്, തെങ്ങ്, സീന്, ലിവർ കിട്ടി. സോറി ഗൈസ്, പ്രതീക്ഷിക്കാൻ എല്ലാവരും. കണ്ണാടി വൈഫിൻ്റെ ആയിരിക്കും ഇരിക്കട്ട്. ഒരു വഴിക്ക് പോകണമല്ലേ നമ്മൾ. ഡോർ ലോക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അകത്ത് പറ്റത്തില്ല. നമ്മളിത് കളിച്ച് തീർക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അടുത്ത ലെറ്റർ എന്താണോ അത്. ആ രാത്രി ഈ മുറി മാത്രം എല്ലാം കണ്ടിരുന്നു. അതിൻ്റെ നിശബ്ദത ഇന്നും ഇവിടെ ജീവിക്കുന്നു. എന്താണോ അത് സംഭവം? ഇനി താഴോട്ടുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ നേരത്തെ വന്ന വഴി. ഓക്കെ ഓക്കെ, അത് ഇങ്ങോട്ടായിരുന്നല്ലേ? അപ്പോൾ
പ്രേതം കരയാണ്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. കുളം കുളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാട്ടാ. ആമ്പല് എല്ലാം ഉണ്ടല്ലേ, മഴയും വേണുണ്ട്. സെറ്റ് പ്രേതം നിൽക്കണ്. പതുക്കെ പതുക്കെ അങ്ങോട്ടൊന്ന് പോയോ കാണാനില്ല. അതിനെ പതുക്കെ എന്നാലും പോയി നോക്കാം. അയ്യോ, ടോർച്ചും പോയി. പ്രേതത്തിന്റെ കാര്യം, പ്രേതത്തിന് അവിടെ നിന്ന് വിളിച്ചാൽ മതി. കളിക്കണ എനിക്കല്ലേ അറിയണ്ട പാഠം തോന്നുന്നു. സീനറിയൊക്കെ അടിപൊളിയാട്ടെ. ഹോമകുണ്ടൊക്കെ ഉണ്ടല്ലോ, കത്തിച്ചിരിക്കാൻ വേണ്ട. പിന്നെ കത്തിക്കാൻ കത്തിച്ച ചിലപ്പോൾ പ്രേതം കയറി ഒന്നല്ല. അതും ഇതും കൊള്ളാം, റൂമും കൊള്ളാം. തുറക്കാൻ പറ്റില്ലല്ലോ, സീനാണല്ലോ. അതാരിപ്പം മുട്ടി. പേപ്പർ വന്ന് അടുത്ത ക്ലൂ വന്നേ. ആ പന്തില്ലാതെ അവൻ ഉറങ്ങില്ല. അലമാര പോലും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പന്ത് ഈ മുറിയിൽ തിരികെ എത്തിയാൽ മാത്രമേ അത് തുറക്കൂ എന്നാണ് അവൻ പറയുന്നത്. പന്തെന്ന് ഉദ്ദേശിക്കണതേ നമ്മൾ നേരത്തെ കണ്ട പന്താണോ ഡൗട്ടുണ്ട്. വന്ന വഴിയൊക്കെ തിരിച്ചു പോകണമല്ലേ. അതാ കിട്ടി, പന്ത് കിട്ടി. അപ്പം ഇത് തന്നെയായിരിക്കും സാധനം. തുറന്നു. ഇതൊന്ന് താമര. അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ എന്തോ ഇതൊരു വഴിയാണല്ലോ. അതില്ല, എനിക്കൊന്നാ താമരയുള്ള സാധനം വെച്ച് ചെയ്യാൻ എന്തോ ഉണ്ട്. ഇതെന്ത് നോക്കാം. ഇല്ല പറ. ഇത് നമ്മൾ എവിടെ കണ്ടല്ലേ കൈ സ്വർണ്ണ വഴിക്ക്. മോളിൽ മറ്റേ ഈ ഒരു ചക്രം പോലത്തെ ഡോട്ട് ഉണ്ടായിരുന്നല്ലോ അവിടെ. എനിക്ക് തോന്നുന്നു ഇത് അതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതൊരു വഴിയാണ്. ഇതെങ്ങനെ ഈ 4 എണ്ണം കറക്കണമായിരിക്കും. തുറക്കൂ. തുറന്ന് 4 താമരയാൽ ബന്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗങ്ങൾ ഇല്ലാതെ ഇത് തുറക്കാൻ അവിടെ തന്നെ ഉണ്ടാവും. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ടത്. നോക്കാം. അതാണെന്ന് തോന്നുന്നു. ആ ഫിഗറൊക്കെ നോക്കിയാലോ. മീൻസ് ആ ഒരു പടമൊക്കെ നോക്കി.
എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അവിടെ വയ്ക്കാനുള്ളത്. അത് തന്നെ. അപ്പം ഇതേപോലെ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാം. 4 എണ്ണം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഓ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. അടുത്തത്. ഓ, സംഭവം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, 2 എണ്ണം സെറ്റ്. ഇനി ബാക്കി 2 എണ്ണം മതി. എനിക്ക് ഈ താക്കോൽ എനിക്ക് ഐ തിങ്ക് നമുക്ക് മറ്റേ സാധനം മറ്റേ ചക്രം കറക്കാനുള്ളത്. നമ്മൾ ഇവിടെ എവിടെയോ അല്ലേ അത് കണ്ടത്. ഐ തിങ്ക് ഇതല്ലല്ലോ നമ്മൾ കണ്ടത്. ഒരു സെക്കൻഡ്, എടുത്തോട്ട്. ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനമാണ്. അതെ ഇവിടെ. അത് ലോക്ക് ചെയ്തേക്കണല്ലോ. കിട്ടി അടുത്ത താമര. മിക്കവാറും നാളെ തൊട്ടേ മിക്കവാറും എനിക്ക് പനി പിടിക്കും ഈ പോക്കാണെങ്കിൽ. ഓക്കെ, ഇനി ഒന്നും കൂടെ ഉള്ളൂ. നമ്മളതിലൊരു കീ ഇല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു മുകളിലെ ഭാഗം ഉണ്ടല്ലോ, നമുക്കൊരു പാർട്ട് നമ്മൾ കണ്ടല്ലോ, അത് തുറക്കാൻ പറ്റില്ല. ഏണിയേറി നമ്മൾ പോയി ഓർമ്മയുണ്ടോ ഗൈസ്? എനിക്ക് തോന്നുന്നു അത് അങ്ങോട്ടേക്കുള്ളതാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്. നല്ല ഫിഗർ അല്ലേ? അല്ല, അത് ഫോട്ടോ അല്ലേ? ഇവിടെ എന്ത് തൊട്ടാലും പ്രശ്നമാണല്ലോ ദൈവമേ. ഇത് തന്നെ സ്ഥലം. ഇങ്ങോട്ട് തന്നെ കറക്റ്റാ. അതായിരിക്കും അടുത്ത താമര. ഇത് തന്നെ സാധനം. ഇങ്ങോട്ടും അല്ലതും. ഇത് ഡോറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.
സാധനം വരട്ടെ. ഓ പെട്ടെന്ന് താഴെ എത്തി. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ തുറന്ന് താക്കോൽ മണിച്ചിത്രത്താഴ് റൂം കീ ആടെ കുടുങ്ങിയിട്ട്. അപ്പം മണിച്ചിത്രത്താഴ് താക്കോൽ ഇട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി നേരെ മണിച്ചിത്രത്താഴിലേക്ക്. മണിച്ചിത്രത്താഴിനുള്ളിൽ പോയാ വേറെ വഴി കണ്ടുപിടിക്കണമല്ലോ ഞാൻ അവിടെ എത്തണമെങ്കിൽ. നമുക്ക് ഇതുവഴി പോവാ. വഴിയൊക്കെ ഉണ്ടായിരുന്നു. ആരും പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പേടിക്കാൻ ഞാനുണ്ടോ. അല്ല മണിച്ചിട്ട് ആ റൂം നമ്മളെവിടെ കണ്ടത് ഗൈസ്? ഞാൻ മറന്നും പോയല്ലോ. തന്നെ എല്ലാം ഒരേപോലെ ഇരിക്കണോണ്ട് ഇതിലാണ് കയറി വന്നത്. അപ്പം അതാണ് എനിക്കൊന്ന് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണ്. എത്തി ഗൈസ്, നമ്മളെത്തി. കേഫിഡ് ഡോള്. ആ ശക്തിയെ ഒരിക്കൽ ഇതിലേക്കാണ് ബന്ധിച്ചത്. ഓർമ്മ ഇല്ലായിരിക്കാൻ വഴി ഇല്ല, മനസ്സിലാവും. അപ്പോൾ ആ കേഫിഡ് ഡോള് കിട്ടി. അപ്പം ഇനി ഇതിലെന്തോ പരിപാടി നമുക്കുണ്ട്. ഡോറടന് ഒരു സെക്കൻഡ് ഗൈസ്, ഡോർ തുറക്കട്ടെ. തുറക്കും. പൂട്ടി. ഡോറ് പൂട്ടുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ആകെ വലിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഒരിക്കൽ അയ്യോ ആരെ വായിക്കാനും പറ്റിയില്ല. അത് ഗെയിം നടക്കുന്നതായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് കട്ട് സീനായിരിക്കും ഒന്ന്. നമ്മൾ വേറെ എവിടെയോ എത്തിയല്ലോ ഗൈസ്. തുറക്കുക. ഇത് വേറെ എവിടെയോ ആണല്ലോ. കൊള്ളാണ്ടത്. അന്ന് നടന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. അതൊക്കെ തന്നെ വേണ്ട.
എനിക്കൊന്ന് ഇത് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്ത് മീൻസ് മനസ്സിലായി കാണും ആരെങ്കിലും തിരക്കി വരുമോന്നോ അങ്ങനെ എന്തെങ്കിലും. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്. ആ കേഫ്ഡ് ഡോള് പാവതേ നമ തേ നമത്വമായ പ്രതിമ. എൻ്റെ മലയാളം കേട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അഗ്നിഹോമം. ഓക്കെ, അപ്പോൾ അതെടുത്ത് തീയിലിട്ടാൽ ഈ പ്രേതം നശിക്കും. വാ, ഇതാണ് ഡോള്. ഇതിനെ നമുക്കിതിന് തീയിലിടണം. മോനെ നിൽക്കണം. നിങ്ങളും പേടിക്കണം, ഞാൻ ഒട്ടും പേടിച്ചില്ല. ഞാനും അതെ, നമുക്കത് 2 എപ്പിസോഡാക്കിയല്ലോ ഗൈസ്. മിക്കവാറും ഡയറി അപ്ഡേറ്റ് ആണ്. എന്തോ ഡയറിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആവട്ടെ. ഡോറ് തുറന്ന് പിന്നെ നമുക്ക് ഈ പാവ കൊണ്ടൊന്ന് തീയിലിടണം എങ്ങനെയെങ്കിലും. ടോർച്ച് ഒക്കെ ഉണ്ടോ? ടോർച്ച് ഒന്നെങ്കിൽ ടോർച്ച് ഇല്ലല്ലേ അതാടങ്ങ്. ഞാനൊരു ടോർച്ചില്ല പെട്ടെന്ന്. പൂട്ടിയേക്കണ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തോട്ട് കറങ്ങി വരാം, അതേ നടക്കുള്ളൂ. അയ്യോ പാവ എന്ത് ചെയ്ത്? അയ്യോ പ്രേതം ചേച്ചി, ഞാൻ ഒരു പാവമാണ്. വഴി കാണാനും ഇല്ല. അല്ല ഇതിപ്പോ എങ്ങോട്ട് പോകുന്നേ? അവ തോന്നിയതാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് അതാടങ്ങ് പാവ ഇവിടുത്തെ എങ്ങനെയും കത്തിക്കണം. ഗൈസ് മ്യൂസിക്കൊക്കെ മാറപ്പോൾ എനിക്ക് അത്രയും പേടിയാണ്. പോവാൻ വഴിയില്ല. എന്തോടെ അയ്യോ പറഞ്ഞ അടുത്ത കുരിശി. വഴി കെട്ടി പെട്ടെന്ന് തുറ കയറി അയ്യോ ഗൈസ്, എൻ്റെ എക്സ്പ്രഷൻ ഡയലോഗൊന്നും കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. എനിക്ക് പേടിയായിട്ടാണ്. അപ്പം
പ്രേതത്തെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു ഗൈസ്. ഓ എൻ്റെ അതിശാസ്യമായ ധൈര്യപരമായ പ്രകടനം കാരണം പ്രേതെന്താ അയ്യോ വല്ലാത്ത ക്ഷീണം. എന്താണെന്ന് അറിയാം, പ്രേതത്തെ തിളച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വല്ലാത്ത ക്ഷീണം. പ്രേതം ചത്ത് ഗൈസ്. നമുക്കിനി എങ്ങോട്ട് പോവാം? അടുത്ത എന്തെങ്കിലും ടാസ്ക് കാണും. ടോർച്ച്. ഓക്കെ, അടുത്ത എന്തോ പരിപാടിയുണ്ട്, നമുക്ക് പോയി നോക്കാം. തീർന്നോ? തീർന്നു വയസ്സ്. എന്നാലും അടിപൊളി ഗെയിമായിരുന്നു. ഭാര്യയെ കണ്ടുപിടിച്ച് ഇന്ദിര. പാവം തന്നെയല്ലേ, അവ അന്വേഷിച്ചു വന്നത് കിട്ടി അവൻ്റെ ഭാര്യയെ. സോ ഗൈസ്, അങ്ങനെ തീർന്നിരിക്കുകയാണ് നമ്മളെ തെക്കു ഐലൻഡ്. ഓക്കെ, അപ്പം അടിപൊളി ഗെയിം, സൂപ്പർ. യെസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ തെക്ക് ഐലൻഡ് കളിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഗൈസ്, നിങ്ങൾ എന്തായാലും മസ്റ്റായി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് കളിച്ച് നോക്കണം. ഒന്നായിരിക്കും ഒരു ഗെയിം. കാരണം അത്രയും ഒരു എഫേർട്ട് ഇട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാർ സമ്മതിച്ചു കൊടുക്കാം. അമ്മാതിരി ഗെയിം പ്ലേ മെക്കാനിസമോ അങ്ങമാതിരി കാര്യം കുറേ തവണ ഞാൻ തന്നെ പേടിച്ച് ഞാൻ തന്നെ കുറേ കൺഫ്യൂഷനായി. അവന്മാർ സമ്മതിച്ചു കൊടുക്കണം. അടിപൊളി ഗെയിം. അവർ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നെ പോലെ രാത്രി ഒന്നും ഇരുന്ന് ചെയ്ത് നോക്കല്. കാരണം ഞാൻ പേടിച്ചൊരു പരിവായി. സോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. നിങ്ങൾ കളിച്ചിട്ട് എങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് തോന്നി? എൻ്റെ അത്രയും പേടിച്ചില്ലേ? കൺഫ്യൂഷൻ ആയോ? ഇല്ലേ? അതോ പെട്ടെന്ന് തീർത്തോ? പതുക്കെ തീർത്തോ? ഞാൻ എന്താ ഇത്രയും ടൈം എടുത്തു? നിങ്ങൾ എന്നെക്കാട്ടി മുന്നേ തീർത്തോ? അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഏതൊക്കെ ഗെയിമുകൾ വേണമെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ കളിക്കുന്നതാണ്. സോ അപ്പം ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഗെയിമുകളൊക്കെ നമ്മൾ ഇറങ്ങപ്പം തന്നെ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് എടുത്ത് കളിച്ച് വീഡിയോ ഇട്ടിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ല്. അപ്പോൾ ശരി, അടുത്തൊരു ഗെയിമിലുമായിട്ട് കാണാം. ബൈ.